യോശുവ 6:1. എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു. ദൈവമക്കൾക്കെതിരായി യെരിഹോവിനെ കെട്ടിയടച്ച് അതിനെ ഉറപ്പാക്കി സൂക്ഷിച്ചു അവിടുത്തെ രാജാവ്. വലിയ ചുറ്റുമതിലുകൾ കെട്ടി പല രഥങ്ങൾക്ക് ഒന്നിച്ചു പോകത്തക്ക രീതിയിൽ വളരെ വീതിയുള്ള ചുറ്റുമതിൽ കെട്ടി അതിനെ ഉറപ്പാക്കി. എന്നാൽ ദൈവമക്കൾക്കെതിരായി എത്ര ഉറപ്പോടെ ഏതൊക്കെ വാതിലുകൾ അടച്ചാലും തുറക്കുവാൻ കഴിയുന്ന യേശു അതവർക്കായി തുറക്കും. ഇവിടെ തുറക്കുകയായിരുന്നില്ല, ദൈവമക്കൾ ആർപ്പിട്ടപ്പോൾ മതിൽ തകരപ്പെടുവാനിടയായി. നമുക്കെതിരായി ദുഷ്ടശക്തികൾ അടയ്ക്കുന്ന വാതിലുകൾ നന്മയുടെ, ആരോഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെയൊക്കെ, നമ്മുടെ ആത്മീയതയുടെ, പ്രാർത്ഥനയുടെയൊക്കെ മുമ്പിൽ വാതിലുകൾ അടച്ചു പൂട്ടപ്പെടാറുണ്ട്. എന്നാൽ കതകുകൾ കോരശിന് മുന്നിൽ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും കോരശിൻ്റെ വലം കൈ പിടിച്ച് നയിച്ച ദൈവം നമ്മുടെയും കരം പിടിച്ച് ജയാളിയായി നടത്തും. ശത്രുവിൻ്റെ എത്ര വലിയ പൂട്ടും പൊളിക്കാൻ യേശുവിൻ്റെ ഒരു നോട്ടമോ ഒരു വാക്കോ ഒക്കെ മതി. മർക്കോസ് 7:34 വിക്കനായ ഒരു ചെകിടൻ്റെ ചെവിയിൽ യേശു വിരലിട്ടു തൊപ്പി, അവൻ്റെ നാവിനെ തൊട്ടു, തുറന്നു വരിക എന്നർത്ഥമുള്ള എഫഥ എന്ന വാക്ക് പറഞ്ഞപ്പോൾ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു എന്ന് നാം വായിക്കുന്നു. സുവിശേഷം കേൾക്കാതെ വണ്ണം ചെവി അടച്ചും യേശുവിനെ പ്രഘോഷിക്കാതെ വണ്ണം നാവടച്ചുമൊക്കെ ദൈവപ്രവൃത്തി തടസ്സപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ തുറന്നു വരിക എന്ന് കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ ഇന്നും അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16:14 പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് ലുദിയയുടെ ഹൃദയം തുറന്നു എന്ന് നാം വായിക്കുന്നു. തുറന്ന ഹൃദയമാണെങ്കിൽ മാത്രമേ നമുക്ക് സുവിശേഷത്തെ അതിൻ്റെ ഗൗരവത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കൂ. ദുഷ്ടൻ ഏതെല്ലാം രീതിയിൽ നമ്മുടെ ആത്മീയ ഭൗതിക വളർച്ചയെ, അനുഗ്രഹത്തെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാലും, എത്ര ഉറപ്പോടെ പ്രവർത്തിച്ചാലും ദൈവശക്തിയുടെ മുൻപിൽ ആർക്കും നിൽക്കുവാൻ സാധ്യമല്ല. ദൈവം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ആ നിശ്ചിത സമയത്ത് അടഞ്ഞ വാതിലുകളൊക്കെ താനേ തുറക്കും. നാം ദൈവകരം കാണും. ദൈവനാമം മഹത്വപ്പെടുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങ് ഞങ്ങൾക്കായി അടഞ്ഞ വാതിലുകളെ തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.